ക്രിസ്തുവിൽ. ആദമിന് വീഴ്ച ഭവിച്ച ശരീരം സ്വീകരിച്ചുകൊണ്ട് പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തു. സൃഷ്ടിയെ സൃഷ്ടാവിനോട് അടുപ്പിച്ചു. ദൈവത്തെ കാണുവാൻ മനുഷ്യന്റെ പരിമിതികൾ അനുവദിക്കുന്നില്ല. സൂര്യൻ പോലും മനുഷ്യന്റെ നേത്രങ്ങൾക്ക് താങ്ങുവാൻ കഴിയാത്ത പ്രകാശമാണ്. പ്രകാശത്തിന്റെ പൂർണ്ണതയും സകല സൃഷ്ടികളുടെയും നിർമ്മാതാവുമായ ദൈവത്തെ മനുഷ്യന് സമീപിക്കുക അസാധ്യം. പരിമിതികൾ ഉള്ളവനായ മനുഷ്യനോട് അപരിമിതനായ ദൈവം മനുഷ്യന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് സംസാരിച്ചതാണ് എൽദോ പെരുന്നാൾ. അപരിമിതനായ ദൈവം ക്രിസ്തുവിൽ ലോകത്തിന് വെളിപ്പെട്ടു. മനുഷ്യാവതാരത്താൽ മേലുള്ളവരെയും താഴെയുള്ളവരെയും സന്തോഷിപ്പിക്കുകയും സമാധാനത്താൽ നിറയ്ക്കുകയും ചെയ്തു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള ഭാഗത്ത് പറയുന്ന വെറുമയാക്കലിന്റെ മഹത്വമാണ് എൽദോ പെരുന്നാൾ. ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത വെറുമയാക്കലാണ് എൽദോ പെരുന്നാൾ നൽകുന്ന സന്ദേശം. ഇന്ന് ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സന്ദേശമാണിത്. സ്വാർത്ഥതയില്ലാത്തത് എന്ന് കരുതിപ്പോരുന്ന കുടുംബത്തിൽ പോലും അശാന്തി, സമൂഹത്തിൽ അസമത്വവും ചൂഷണവും അസമാധാനം ചുറ്റുമുണ്ടെങ്കിലും ക്രിസ്ത്യാനിയിൽ സമാധാനം ഉണ്ടാകണം. ത്യാഗത്തിലൂടെ ജീവൻ പകരുന്ന സ്നേഹമാണ് എൽദോ പെരുന്നാൾ നൽകുന്ന സന്ദേശം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസ.